ആർക്കും അറിയില്ല, നോ വൺ നോസ്. കുറച്ച് ആളുകൾക്ക് അറിയാം, സം പീപ്പിൾ നോ. ഏകദേശം എല്ലാവർക്കും അറിയാം, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോ. ഇനി എല്ലാവർക്കും അറിയാന്നാണെങ്കിലോ, എവറിബഡി നോ എന്ന് പറയരുത്, എവറിബഡി നോസ്. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും അറിയുമെന്ന് എങ്ങനെ ചോദിക്കുക, ഡസ് എനിവൺ നോ, ഡസ് എനിവൺ നോ അല്ലെ? ഇനി ആർക്കും അറിയില്ലേ, അതെങ്ങനെ ചോദിക്കുക, ആർക്കും അറിയില്ലേ, ഡസിന്റ് എനിവൺ നോ, ഡസിന്റ് എനിവൺ നോ. മനസ്സിലായോ? ഇനി എല്ലാവരും അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ല, അതെങ്ങനെ പറയാ, നോബഡി ന്യൂ എന്നാ പറയാ. നോബഡി നോ അല്ല, നോബഡി ന്യൂ, ആരും അറിഞ്ഞില്ല. ഇനി ആരെങ്കിലും അറിഞ്ഞോ, അതെങ്ങനെ ചോദിക്കുക, ഒരു പാസ്റ്റിനെ കുറിച്ച് ചോദിക്കുക, ഡിഡ് വെച്ചിട്ട്. ഡിഡ് എനിവൺ കം ടു നോ, ഡിഡ് എനിവൺ കം ടു നോ, ആരെങ്കിലും അറിഞ്ഞോ? ഇനി എല്ലാവരും അറിഞ്ഞു എന്നാണെങ്കിലോ, എവരി വൺ അല്ലെങ്കിൽ എവരിബഡി കെയിം ടു നോ, അങ്ങനെയാണ് പറയാം. സോ ഗൈസ്, ഇത് ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതൊരു ബേസിക് സംഭവമാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ബേസിക് ആയ കാര്യങ്ങളും അഡ്വാൻസ് ലെവൽ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ദിവസം ഒരു 45 മിനിറ്റ്. ഓക്കെ, വളരെ ചെറിയ ഫീ ആണ്, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് റിസൾട്ട് ഉറപ്പാണ്. ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. വളരെ ചെറിയ ഫീ ആണ്. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.